രാവിലെ അമ്പലത്തിൽ പോകാമെന്ന് വിചാരിച്ച് പതിവിൽ നേരത്തെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറിയതാണ്. രാവിലത്തേക്ക് ഇടിയപ്പവും കടലക്കറിയാണ്. തലേന്ന് വെള്ളത്തിലിട്ടിരുന്ന കടല കഴുകി കുക്കറിലിട്ട് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, സവാള അരിഞ്ഞതും മഞ്ഞൾപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, ഉപ്പ്, ആവശ്യത്തിന് വെള്ളവും ചേർത്ത് വേവാൻ വെച്ചു. അപ്പുറത്തെ അടുപ്പിൽ അരിപ്പൊടി കുഴിക്കാനുള്ള വെള്ളം തിളയ്ക്കാൻ വെച്ചു. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. വെള്ളം നന്നായി തിളച്ച് വന്നപ്പോൾ അരിപ്പൊടി കുറേശ്ശായിട്ട് ഇടിയപ്പത്തിനുള്ള മാവ് റെഡിയാക്കി. ഇടിയപ്പത്തിൻ്റെ മാവ് തണുത്തപ്പോൾ അത് കൈകൊണ്ട് ഒന്നുകൂടി കുഴച്ച് സേവനാഴി കൊടുത്തു. എന്നിട്ട് ഇനി ഇഡ്ഡലി തട്ടിലേക്ക് ഞെക്കി വെച്ചിട്ട് വേവാൻ വെച്ചു. ഇനി കടലക്കറിക്ക് കടുക് വറുക്കാൻ വേണ്ട മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു പാത്രത്തിൽ എടുത്ത് വെച്ചിട്ടാണ് കടുക് വറുക്കാൻ പോകുന്നത്. ഇനി ചീനിച്ചട്ടി വെച്ച് എണ്ണയൊഴിച്ച് കടുകിട്ട് ഉള്ളി, കറിവേപ്പില, തക്കാളി ഇവയിട്ട് വഴറ്റി പൊടികളും കൂടിയിട്ട് ചൂടായപ്പോൾ വേവിച്ച കടല അതിലേക്ക് ഇട്ടു. കുറച്ച് കടല മിക്സിയിൽ അരച്ചതും കൂടി നമ്മുടെ കറിയിലേക്ക് ചേർക്കുന്നുണ്ട്. കടല മിക്സിയിൽ അരച്ച് ചേർക്കുമ്പോൾ കുറച്ചുകൂടെ കൊഴുപ്പ് കിട്ടും, അതിന് വേണ്ടിയാണേ. അപ്പോൾ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന നമ്മുടെ കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭയങ്കര മഴ കാരണം ഇന്ന് അമ്പലത്തിൽ പോകാനായിട്ട് പറ്റിയില്ല. അങ്ങനെ നമ്മുടെ ഇടിയപ്പവും കടലക്കറിയും കൂടെ അങ്ങനെ കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.